അപ്പോൾ BSFിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഉടനടി ക്ഷണിക്കാൻ പോകുന്നുണ്ട്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കുക. അപേക്ഷ തുടങ്ങിയിട്ടില്ല, ആദ്യമേ ശ്രദ്ധിക്കുക. അപേക്ഷ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാം. അപേക്ഷ തുടങ്ങിയിട്ടില്ല, ഉടനെ തുടങ്ങുന്നതായിരിക്കും. പലരും ഈ കാര്യം പറഞ്ഞിട്ടും എങ്ങനെ അപേക്ഷിക്കും, ലിങ്ക് എവിടെയെന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, 1-1.5 ആഴ്ചക്കുള്ളിൽ അപേക്ഷ തുടങ്ങുന്നതായിരിക്കും. എനിവേ നമുക്ക് വന്നിട്ടുള്ള ഷോർട്ട് നോട്ടീസിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും ചെക്ക് ചെയ്യാം. അപ്പോൾ BSFിലേക്കാണ് ഉടനടി ഒരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നത്. താല്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും തന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഗ്രൂപ്പ് B ആൻഡ് C തസ്തികയിലേക്കാണ് ക്ഷണിക്കാൻ പോകുന്നത്. BSFിൻ്റെ എയർ വിങ്ങിലേക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് B ആൻഡ് C പോസ്റ്റുകളിലേക്കുമായിട്ടാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിക്കാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ അപേക്ഷ ഉടനടി തന്നെ BSFിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റാർട്ട് ചെയ്യും അടുത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് പേപ്പറോടുകൂടി. അതായത് ഉടനെ തന്നെ, കൂടിപ്പോയ 1-1.5 ആഴ്ചക്കുള്ളിൽ തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നതായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒറിജിനലാണ്. ഒരുപാട് പേര് ഇങ്ങനെയുള്ള ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തതിനു ശേഷം ഇത് സത്യമാണോ എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. നമ്മൾ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാറില്ല. ഇത് റിയൽ ആയിട്ടുള്ള BSFിൻ്റെ ഷോർട്ട് നോട്ടീസാണ്. ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് നോട്ടീസ് ഇതിന് മുമ്പ് നമ്മൾ തന്നിട്ടുണ്ട്. അപേക്ഷ ഡിലേ ആയിട്ടാണെങ്കിലും പലതിൻ്റെയും സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വന്നിട്ടുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അസിസ്റ്റന്റ് എയർക്രാഫ്റ്റ് മെക്കാനിക് വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ് അത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റോട്ടറി വിങ് അതുപോലെ തന്നെ ഫിക്സഡ് വിങ്, ഇങ്ങനെ 2 വിങ്ങിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതിൽ വന്നിട്ടുള്ള പോസ്റ്റുകൾ ഓരോന്നായിട്ട് ട്രേഡുകൾ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. ആ ട്രേഡിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണം. അതായത് അസിസ്റ്റന്റ് എയർക്രാഫ്റ്റ് മെക്കാനിക്കിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ഇയർ ഡിപ്ലോമയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ 3 ഇയർ ഡിപ്ലോമ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ ഫീൽഡ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിവേ അടുത്ത പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള കാര്യം കാണാൻ സാധിക്കും. പേ സ്കെയിൽ ഇവിടെ കൊടുത്തതായിട്ടുള്ള കാര്യം കാണാൻ സാധിക്കും. ഇത് ഷോർട്ട് നോട്ടീസാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഉടനെ പുറപ്പെടുവിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അസിസ്റ്റന്റ് റേഡിയോ മെക്കാനിക് തസ്തിക ഇവിടെ കാണാൻ സാധിക്കും. അവിടെ വന്നിട്ടുള്ള വിങ്ങുകളും അതുപോലെ തന്നെ പോസ്റ്റുകളും ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ വന്ന് കാണാൻ സാധിക്കുന്നതാണ്. കോൺസ്റ്റബിൾ പോസ്റ്റും ഇവിടെ വന്നിട്ടുണ്ട്. കോൺസ്റ്റബിൾ പോസ്റ്റിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SI വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ SI ആൻഡ് JE ഇലക്ട്രിക്കൽ അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ വന്നിട്ടുണ്ട്. പ്ലംബർ അതുപോലെ തന്നെ കാർപ്പൻറ്റർ പോസ്റ്റ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് കോൺസ്റ്റബിൾ, ജനറേറ്റർ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ജനറേറ്റർ മെക്കാനിക്, പിന്നെ ലൈൻമാൻ, ഈ തസ്തികകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അപേക്ഷ ഉടനെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് വേക്കൻസിയും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഷോർട്ട് നോട്ടീസാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ അപേക്ഷ തുടങ്ങും, ഉടനടി തുടങ്ങും. അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അവിടെ നിങ്ങൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടാകും. ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അസിസ്റ്റന്റ് എയർക്രാഫ്റ്റ് മെക്കാനിക് തസ്തിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമാന മേഖലയിൽ 3 ഇയർ ഡിപ്ലോമ പറയുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു ക്വാളിഫിക്കേഷനൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പറയാം. ഓർ ക്വാളിഫിക്കേഷനായിട്ട് ഗ്രൂപ്പ് X ഡിപ്ലോമ ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ജസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ അസിസ്റ്റന്റ് റേഡിയോ മെക്കാനിക്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തസ്തികയാണ്. 3 ഇയർ ഡിപ്ലോമ തന്നെയാണ് അവിടെയും യോഗ്യത പറഞ്ഞത്. പിന്നെ കോൺസ്റ്റബിൾ സ്റ്റോർമാൻ തസ്തികയുണ്ട്. 10ാം ക്ലാസ് വേണമെന്ന് പറയുന്നുണ്ട്. വിത്ത് സയൻസ്, അത് കാര്യമാക്കേണ്ട, എല്ലാവർക്കും സയൻസ് ഉണ്ടാകും. അതായത് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, ഇതൊക്കെയാണ് സയൻസ് എന്ന് 10ാം ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതോടുകൂടി കോൺസ്റ്റബിൾ തസ്തികക്ക് 10ാം ക്ലാസ്സോട് കൂടി സയൻസോട് കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് 2 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ സ്റ്റോർ അതുപോലെ തന്നെ വെയർ ഹൗസിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ തസ്തിക ഇവിടെ പറയുന്നുണ്ട്. വർക്ക് 3 ഇയർ ഡിപ്ലോമയാണ്. സിവിൽ എഞ്ചിനീയറിംഗിലാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു പോസ്റ്റ് ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജൂനിയർ എഞ്ചിനീയർ സബ് ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ തസ്തിക 3 ഇയർ ഡിപ്ലോമ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ പ്ലംബർ തസ്തിക 10ാം ക്ലാസ് വേണം, ITI സർട്ടിഫിക്കറ്റ് വേണം. ഹെഡ് കോൺസ്റ്റബിൾ കാർപ്പൻറ്റർ 10 ITI. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ജനറേറ്റർ ഓപ്പറേറ്റർ അതിന് 10. അതുപോലെ തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്, ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ജനറേറ്റർ മെക്കാനിക്ക് 10. അതുപോലെ തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ലൈൻമാൻ പറയുന്നുണ്ട് 10. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമാന മേഖലയിലുള്ള
ട്രേഡ് സർട്ടിഫിക്കറ്റും ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ പ്രായപരിധി. 30 വയസ്സ് വരെയൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള പോസ്റ്റുകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 30 വയസ്സ് വരെ സബ് ഇൻസ്പെക്ടറിന് ഏജ് പറയുന്നുണ്ട്. പിന്നെ കോൺസ്റ്റബിൾ തസ്തികയ്ക്ക് ഇവിടെ കാണാൻ സാധിക്കും 18 to 25, ഹെഡ് കോൺസ്റ്റബിളും 18 to 25 ആണ്. ഏജ് റിലാക്സേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഷോർട്ട് നോട്ടീസ് ആണ്. BSF ആണ് ഇപ്പോൾ പുതിയൊരു ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. എയർ വിങ്ങിലേക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് B and C തസ്തികയിലേക്കുമുള്ള നോട്ടിഫിക്കേഷനാണ് നമ്മുടെ BSFൻ്റെ ഭാഗത്തുനിന്ന് ഉടനെ വരാൻ പോകുന്നത്.